إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات കഴിഞ്ഞ ഖുതുബയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ന്യൂനതകൾ അഥവാ ഗീബത്ത് പറയൽ ശർഈയായി മതപരമായി അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. മഹാനായ ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് റിയാദുസ് സ്വാലിഹീനിൽ എടുത്തുദ്ധരിച്ച 6 കാരണങ്ങളിൽ 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കിയത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറ്റം പറയൽ അനുവദനീയമായ സന്ദർഭം 1 ആക്രമിക്കപ്പെട്ടവന് തൻ്റെ ആവലാതി ബോധിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവനെക്കുറിച്ച് പറയേണ്ടി വരും. രണ്ടാമത് ഒരു വ്യക്തിയിലുള്ള തിന്മ, ആ തിന്മ നീക്കാൻ, അത് ഒഴിവാക്കാൻ, അവനിൽ നിന്ന് അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരാൾക്ക് അവൻ്റെ ന്യൂനതകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു. മൂന്നാമതായി ഫത്വ ചോദിക്കുന്ന സന്ദർഭത്തിലും. നാലാമതായി ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഉമ്മത്തിന് വലിയ ഷർറുണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ ആ സന്ദർഭത്തിൽ ആ ഉമ്മത്തിനോടുള്ള നസീഹത്ത് എന്ന നിലക്ക് നസീഹത്തോടുകൂടി ഒരു വ്യക്തിയുടെ മിസ്റ്റേക്കുകൾ, അവൻ്റെ കുറ്റങ്ങൾ, ഗീബത്ത് പറയാം എന്ന് നമ്മൾ വിശദീകരിച്ചു. ആ ഉമ്മത്ത് ഷർറിലാകുന്ന സന്ദർഭം അത് വ്യത്യസ്ത നിലക്കാണ് ഇമാം നവവി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത്. നമ്മൾ പറഞ്ഞു, ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റാവിയെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. സാക്ഷി നിൽക്കുന്നവനെ സംബന്ധിച്ച് അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ വിവാഹം അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ, താനൊരു അയൽവാസിയെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ, ഒരാളുമായി കച്ചവടം നടത്തുമ്പം, കൂറ് കച്ചവടം നടത്തുമ്പം, അതുപോലെ തന്നെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചോദിക്കപ്പെട്ടാൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അവൻ്റെ ന്യൂനതകൾ പറഞ്ഞു കൊടുക്കണം നസീഹത്തോടു കൂടി എന്ന് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് അതിൽ തന്നെ പെട്ടതായി, അഥവാ ഒരു ഉമ്മത്തിൻ്റെ ഒരു ഷർറ് ഭയപ്പെട്ടാൽ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിൽ പെട്ടതാകുന്നു. ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്, അയ്യകൂന ലഹു വിലായത്തുൻ, ഒരു വ്യക്തിക്ക് മുസ്ലിം സമൂഹത്തിൽ അല്ല ചില ആളുകൾക്കിടയിൽ അവനൊരു അധികാരമുണ്ട്. അങ്ങനല്ല യഖൂമു ബിഹാ ഇല്ലാ വജ്ഹിഹാ, പക്ഷെ ആ മനുഷ്യൻ തൻ്റെ അധികാരം, തൻ്റെ ആ സ്ഥാനം അവൻ യഥാർത്ഥ നിലയ്ക്ക് നിർവഹിക്കുന്നില്ല. ഇമ്മാ ബി അൻ ലാ യകൂന സ്വാലിഹൻ ലഹാ, എന്തത് കാരണം? ഒന്നുകിൽ ആ വിലായത്തിന്, അധികാരത്തിന് അവൻ യോജിച്ചവനായിരിക്കുകയില്ല, അവൻ അതിന് യോജിക്കുന്നവനായിരിക്കുകയില്ല. വ ഇമ്മാ ബി അൻ യകൂന ഫാസിഖാ, അല്ലെ ആ വ്യക്തി
ഫാസിഖായിരിക്കും, തെമ്മാടിയായിരിക്കും. ഔ മുഗഫല, അല്ലെങ്കിൽ തന്റെ ആളുകൾക്ക്, തന്റെ കീഴ്പ്പെട്ട ആളുകൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന വിഷയത്തിൽ, അവരെ നോക്കുന്ന വിഷയത്തിൽ, ഗുണം ചെയ്യുന്ന വിഷയത്തിൽ അശ്രദ്ധനായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വനഹ്വദാലിക, ഇങ്ങനെയുള്ള ഓരോ പ്രശ്നം ഒരു വിലായത്തുള്ള ആളിൽ ഉണ്ടാകുമ്പോൾ ഫയജിബു ദിക്റു ദാലിക ലിമൻ ലഹു അലൈഹി വിലായത്തുൻ ആമ്മന, ആ സന്ദർഭത്തിൽ ആ കാര്യത്തെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച്, അവനിലുള്ള മിസ്റ്റേക്കുകൾ എല്ലാവരോടും പറയുക എന്നല്ല, മറിച്ച് അവന്റെ മേൽ അധികാരമുള്ള വ്യക്തികളോ സമൂഹമോ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് ആ വ്യക്തിയുടെ വിലായത്തുള്ള ആളുടെ മിസ്റ്റേക്കുകൾ സൂചിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ്? ലിയുസീലഹു, അവൻ അവിടുന്ന് നീക്കാൻ വേണ്ടിയാണ്. വയുവല്ലി മൻ യുസ്ലിഹ്, അങ്ങനെ അവനെ നീക്കി പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് അധികാരത്തിൽ വന്ന് കയറാൻ വേണ്ടിയല്ല, മറിച്ച് അവിടെ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന മറ്റൊരു നല്ല വ്യക്തി അത് ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. ഔ അല്ലെങ്കിൽ യഅലമ ദാലിക മിൻഹു, അല്ലെങ്കിൽ ഇന്ന ഈ വിലായത്തുള്ള ആളിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് ബന്ധപ്പെട്ട ആളുകൾ അറിയാൻ വേണ്ടിയാണ്. ലിയുആമിലഹു ബിമുഖ്തദാ ഹാലിഹി, അവന്റെ അവസ്ഥ മനസ്സിലാക്കി അവനോട് അതിനനുസരിച്ച് പെരുമാറാനും ഇടപഴകാനും വേണ്ടിയാണ്. വലാ യഗ്തറ ബിഹി, ആ ആളെ സംബന്ധിച്ച് ആളുകൾ വഞ്ചിതരാകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. വഅൻ യസ്ആ ഫീ അൻ യഹസ്സഹു അലൽ ഇസ്തിഖാമ, അല്ലെങ്കിൽ ആ വ്യക്തിയെ, അത് പറയുന്നത് ആ വ്യക്തിയെ ദീനിൽ ഇസ്തിഖാമത്തോടുകൂടി നേരെ ചൊവ്വെ നിലകൊള്ളാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ വേഗത കാണിക്കാൻ വേണ്ടിയാണ്. ഔ യസ്തബ്ദില ബിഹി, അല്ലെങ്കിൽ അവനെ മാറ്റാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളിൽ, ഒരു വിലായത്തുള്ള ആളിൽ മിസ്റ്റേക്കുകൾ കണ്ടാൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക, നസീഹത്തോടുകൂടി. അവിടെ ഗീബത്ത് പറയുന്നതിൽ പ്രശ്നമില്ല എന്ന് ഇമാം നവവി റഹ്മഹുല്ല വ്യക്തമാക്കുകയാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് പല ആളുകളും ഏതെങ്കിലും നിലക്ക് നേതാവോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ആളോ ആണെങ്കിൽ അസൂയ കൊണ്ടോ അതല്ലെങ്കിൽ ദുനിയവിയായ വല്ല നേട്ടവും അവനെ മാറ്റി എനിക്ക് അധികാരത്തിൽ വരണം എന്ന ചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നസീഹത്തോടുകൂടി ആളുകൾക്ക് ഗുണം കിട്ടണം എന്നുള്ള നിയ്യത്തോടു കൂടി മാത്രമേ അത് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ഇമാം നവവി റഹ്മഹുല്ല പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഗീബത്ത് പറയൽ അനുവദനീയമായ അഞ്ചാമത്തെ കാര്യം ഇമാം നവവി റഹ്മഹുല്ല വ്യക്തമാക്കുന്നു. ഒരു മനുഷ്യൻ അയ്യകൂന മുജാഹിറൻ ബിഫിസ്ഖിഹി, അവൻ നാട്ടിലൂടെ അങ്ങാടിയിലൂടെ ഒക്കെ അവന്റെ ഫിസ്ക്, അവന്റെ തെമ്മാടിത്തം വിളിച്ചു പറയുന്നവനാണ്, ആളുകളോടൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. ഔ ബിദ്അത്തി, അല്ലെ പരസ്യമായി ബിദ്അത്ത് പറഞ്ഞു നടക്കുന്ന, ആളുകൾക്ക് അതിന് പ്രചോദനം നൽകുന്ന ആളാണ്. ഏതുപോലെ കൽ മുജാഹിരി ബിശുർബിൽ ഖം, ഒരാളെ പോലെ അദ്ദേഹം, അവന്റെ പണി എന്താ? നാട്ടിലുള്ള ആളുകളോടൊക്കെ ഞാൻ കള്ളു കുടിക്കുന്നവനാണ്, ഞാൻ ഇന്നത് കുടിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്യമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വത്ത് അന്യായമായി കൈക്കലാക്കുന്നവനാണ് എന്ന് പറഞ്ഞു നടക്കുന്നവൻ. അന്യായമായ ചുങ്കത്തിലൂടെയും കൊള്ള കച്ചവടത്തിലൂടെയും ആളുകളുടെ പണം അപഹരിക്കുന്നവനാണ്, അത് പറഞ്ഞു നടക്കുന്നവൻ. ആളുകളുടെ ധനം അന്യായമായി പിരിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ സമൂഹത്തിലൂടെ അവൻ പറഞ്ഞു നടക്കുന്നവനാണ്. അല്ലെങ്കിൽ ബാത്തിലായ കാര്യങ്ങൾ ഏറ്റെടുത്ത് സമൂഹത്തിൽ ചെയ്യുന്നവനാണ്. അങ്ങനെയൊക്കെ ആയാൽ ആ വ്യക്തി പരസ്യമായി പറഞ്ഞു നടക്കുന്ന കാര്യം എന്താണോ ആ കാര്യങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് പറയൽ അനുവദനീയമാണ്. അവിടെ ഇമാം നവവി റഹ്മഹുല്ല വളരെ സൂക്ഷ്മമായാണ് കാര്യങ്ങൾ പറയുന്നത്. ഇമാം നവവി റഹ്മഹുല്ല പറയുന്നു, വയഹ്റുമു ദിക്റുഹു ബിഗൈരിഹി മിനൽ അയൂബ്, ആ മനുഷ്യൻ പരസ്യമായി തന്റെ തെറ്റുകൾ എന്തൊക്കെയാണോ പറഞ്ഞു നടക്കുന്നത്, ആ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പരസ്യമായി പറയുകയാണെങ്കിൽ അത് നമുക്ക് പറയാം. അതല്ലാത്ത അവന്റെ ന്യൂനതകൾ, അവൻ പരസ്യമായി പറയാത്ത ന്യൂനതകൾ, അത് പറയുക എന്നുള്ളത് ഹറാമാണ്. അപ്പൊ വളരെ ഗൗരവമായാണ് ഇമാം നവവി റഹ്മഹുല്ല പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബിദ്അത്തുകൾ പരസ്യമായി ബിദ്അത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, ബിദ്അത്ത് പരസ്യമായി ചെയ്യുന്നവരുണ്ട്, പല അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച അർപ്പിക്കുന്ന, അതിന്റെ
അതുമായി ബന്ധപ്പെട്ട പല ബിദ്അത്തുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളെ കുറിച്ച് നമ്മൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം ബിദ്അത്തിന്റെ ആളാണ്, ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ പരസ്യമായി കള്ളു കുടിക്കുവാനും അങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ ഏറ്റെടുത്ത് അല്ല അതുമായി ബന്ധപ്പെട്ട പലിശയുമായി ബന്ധപ്പെട്ട വല്ല മേഖലയിലും അവൻ ചെയ്തു നടക്കുന്ന ആളാണെങ്കിൽ അവനെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അതല്ലാതെ അവൻ പരസ്യമാക്കാത്തവന്റെ ന്യൂനതകൾ അത് പറയുക എന്നുള്ളത് ഹറാമാണ്. എപ്പോ ഇല്ല അയ്യകൂന ലിജവാസിഹി സബബുൻ ആഖർ, അതിന് അങ്ങനെ പരസ്യമാക്കൽ കാരണമാകുന്ന അനുവദനീയമാകുന്ന മറ്റു കാരണങ്ങളില്ലെങ്കിലൊഴികെ. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയിലുള്ള എല്ലാ മിസ്റ്റേക്കുകളും, പല അറിയുന്ന മിസ്റ്റേക്കുകളൊക്കെ പറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ മുമ്പേ വിശദീകരിച്ചു. വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് റാവി, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയെ കുറിച്ച്, അതേപോലെ തന്നെ ഇടപാടുകൾ നടത്തുമ്പോൾ, അയൽപക്ക ബന്ധം പുലർത്തുമ്പോൾ തുടങ്ങിയ അവസരത്തിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഈ അവസരത്തിലോ അവൻ വിളിച്ചു പറയുന്നത് മാത്രം പറയാൻ പാടുള്ളൂ. അതല്ലാത്തത് നേരത്തെ പറഞ്ഞ പോലെയുള്ള കാരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കൽ അനുവദനീയമാണ് എന്ന് ഇമാം അൻ-നവവി റഹ്മഹുല്ല വ്യക്തമാക്കുകയാണ്. ആറാമത്തെ കാര്യം അസ്സാദിസു, ഇമാം അൻ-നവവി റഹ്മഹുല്ല പറയുന്നു അത്താരീഫ്, ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി. അഥവാ ഫഇദാ കാന അൽ-ഇൻസാനു മഅറൂഫൻ ബിലഖബിൻ, ചിലപ്പോ ചില ആളുകൾ നാടുകളിൽ പ്രത്യസ്ത അപരനാമത്തിലായിരിക്കും അറിയപ്പെടുക. ഏതുപോലെ കല്ലഅമശ്, ചിലപ്പോ കാഴ്ച കുറവുള്ള ആളായിരിക്കും. വല്ല അറജ്, മുടന്തുള്ള ആളായിരിക്കും. വല്ല സം, കേൾവി കുറവുള്ള ആളായിരിക്കും. വല്ല അമ, അന്ധനായിരിക്കും. വല്ല അഹ്വൽ, കോങ്കണ്ണനായിരിക്കും. ഇങ്ങനൊക്കെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ആളുകൾക്കിടയിൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വഗൈരിഹിം, ഈ പറഞ്ഞതല്ലാത്ത വല്ല ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവൻ അറിയപ്പെടുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലാണെങ്കിൽ ജാസ താരീഫുഹും ബിദാലിക, അതുകൊണ്ട് നമുക്ക് അവനെ പരിചയപ്പെടുത്തൽ, ഒരാൾ ചോദിച്ചാൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അത് പറയൽ അനുവദനീയമാണ്. അവൻ കുറച്ച് കണ്ണിന് മിസ്റ്റേക്കുള്ള ആളാണ്, അതൊന്നും അവനെ കുറ്റപ്പെടുത്താൻ നിലക്കല്ല. അതാണ് ഇമാം അൻ-നവവി റഹ്മഹുല്ല പറയുകയാണ് വയഹ്റുമു ഇത്ലാഖുഹു അലാ ജിഹത്തി തൻഖീസ്, അവൻ കോങ്കണ്ണനാണ്, അവൻ തടിയനാണ്, അവൻ വലിയനാണ്, അവൻ കണ്ണു കാണാത്തവനാണ് എന്നിങ്ങനെ കുറ്റപ്പെടുത്തി പറയുക എന്നുള്ളത് അത് ഹറാമാണ്. മറിച്ച് ആളെ നിർബന്ധിത സാഹചര്യത്തിൽ മനസ്സിലാകാൻ വേണ്ടി ആ നിലക്ക് പരിചയപ്പെടുത്തേണ്ടി വരും. ഇന്ന കണ്ണിന് കാഴ്ച കുറവുള്ള ആളാണ്, അങ്ങനെ പറയൽ അനുവദനീയമാണ്. എന്നിട്ട് ഇമാം നവവി റഹ്മഹുല്ല പറയുകയാണ് വലൗ അംകന തഅരീഫുഹു ബിഗൈരി ദാലിക, ഈ ഇങ്ങനെയുള്ള ന്യൂനതയല്ലാതെ മറ്റേതെങ്കിലും നിലക്ക് അവനെ പരിചയപ്പെടുത്താൻ ഒരാൾ ചോദിച്ചാൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുമെങ്കിൽ കാനൗല, അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും നല്ലതെന്ന് ഇമാം നവവി റഹ്മഹുല്ല പറയുകയാണ്. ഈ 6 കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞ 6 കാര്യങ്ങളാണ് ഒരാൾക്കൊരു വ്യക്തിയെ കുറിച്ച് അവന്റെ ഗീബത്ത് അഥവാ അവനെ കുറിച്ചുള്ള പോരായ്മകൾ അവന്റെ അസാന്നിധ്യത്തിൽ പറയാൻ അനുവദിക്കപ്പെട്ട കാരണങ്ങൾ എന്ന് ഇമാം നവവി റഹ്മഹുല്ല വിശദീകരിക്കുന്നുണ്ട്. ഈ 6 കാര്യങ്ങളെ സംബന്ധിച്ച് ഇമാം നവവി റഹ്മഹുല്ല പറയുന്നു ഫഹാദിഹി സിത്തത്തു അസ്ബാബിൻ ദക്കറഹൽ ഉലമാ, ഈ 6 കാരണങ്ങളും ഉലമാക്കളൊക്കെ പറഞ്ഞതാണ്. വഅക്സറുഹാ മുജ്മഉൻ അലൈഹി, അതിൽ അധികരിച്ചതിലും പണ്ഡിതന്മാർക്ക് ഒരു തർക്കവുമില്ല, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. വദലായിലുഹാ മിനൽ അഹാദീസ് സ്വഹീഹത്തിൽ മശ്ഹൂറ, മശ്ഹൂറായ സ്വഹീഹായ ഹദീസുകളിലൂടെ അതിനുള്ള തെളിവുകളും വന്നിട്ടുണ്ട്. പല തെളിവുകളും നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചില ആളുകളെ കുറിച്ച് പരസ്യമായിട്ട് അവൻ ഇന്ന ആളാണ്, ദീനിലൊന്നും അറിയാത്ത ആളാണ്, അവൻ മോശക്കാരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിവാഹം അന്വേഷിച്ചു വന്നപ്പോൾ അപ്പോഴും അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി കൊടുത്ത കാര്യം നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും സഹോദരന്മാരെ, ഈ 6 കാരണങ്ങളല്ലാതെ ഒരു വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ വെച്ച് ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുക എന്നുള്ളത് അത് വൻപാപമാണ്, വലിയ കുറ്റമാണ്. അതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. എത്രയും സൂക്ഷിച്ച് ജീവിക്കുന്ന നമ്മളിൽ ഏറ്റവും വേഗതയിൽ കടന്നു വരുന്ന, വളരെ നാവുകൊണ്ട് വളരെ വേഗം ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു തിന്മയാണ് ഗീബത്ത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ സൂക്ഷിക്കണം. എന്താണ് ഗീബത്ത്? ഇമാം അൻ-നവവി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു കിതാബായ അദ്കാറിൽ പറയുന്നത് കാണാം, അൽ ഗീബ എന്ന് പറഞ്ഞാൽ ദിക്റുൽ മർഇ ബിമാ യക്റഹുഹു, ഒരു മനുഷ്യനെ കുറിച്ച് അവന് വെറുപ്പുള്ള കാര്യങ്ങൾ, അവന് ഇഷ്ടം ഉണ്ടാവില്ല ആ കാര്യങ്ങൾ പറയലാണ്.
സവാഉൻ കാന ദാലിക ഫീ ബദനി ശഖ്സി, അത് ആ വ്യക്തിയുടെ ശരീരവുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ ദീനിഹി അവന്റെ ദീനുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ ദുനിയാഹു അവന്റെ ദുനിയാവുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ നഫ്സിഹി അവന്റെ നഫ്സുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ ഖൽഖിഹി അവന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ ഖുലുഖിഹി അവന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ മാലിഹി അവന്റെ ധനമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ വലദിഹി അവന്റെ സന്താനവുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ സൗജതിഹി അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ ഖാദിമിഹി അവന്റെ സേവകനുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഔ സൗബിഹി ഔ ഹറക്കത്തിഹി അവന്റെ ചലനമോ അവന്റെ വസ്ത്രമോ, ഇങ്ങനെ ഔ ഗൈരി ദാലിക മിമ്മാ യതഅല്ലഖു ബിഹി ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടവൻ ഇഷ്ടമില്ലാത്ത എന്തൊരു കാര്യമായാലും ശരി, അതൊക്കെ ഗീബത്തിൽ പെടുന്നതാണ്. അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കി ഗീബത്ത് എന്ന് പറഞ്ഞാൽ വെറും വായ കൊണ്ട് പറയൽ മാത്രമല്ല. മറിച്ച് ഇമാം നവവി റഹ്മഹുല്ലാ പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ സവാഉൻ സകർതഹു ബില്ലഫ്, ഈ കാര്യങ്ങളൊക്കെ നീ നാവ് കൊണ്ട് ഉച്ചരിച്ചാലും ശരി, ഹൗ ബിൽ ഇശാറ വല്ല ആംഗ്യത്തിലൂടെ ആയാലും ശരി, ആക്ഷേപിക്കാൻ ആംഗ്യം ഉപയോഗിക്കാലോ, വർ റംസി ചൂണ്ടിക്കാണിക്കുക, ഇങ്ങനൊക്കെ ചെയ്ത് അതൊക്കെ ഗീബത്തിൽ പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത് കാണാം, ഒരു വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് മുൻപിൽ അവൻ ഇല്ലാത്ത സമയത്ത് പോയി അവന്റെ ന്യൂനതകൾ അല്ല അവന്റെ നടത്തം അവനെ കുറ്റപ്പെടുത്തി പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അത് വളരെ ഗുരുതരമായ കാര്യമാണ്. വളരെ ഗുരുതരമായ കാര്യമാണെന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രക്കും വളരെ ഗുരുതരമായൊരു കാര്യമാണ്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഫിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് കുറച്ച് പൊക്കം കുറഞ്ഞ ആളായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹസ്ബുക മിൻ സഫിയ കദാ വകദാ, അഥവാ പൊക്കം കുറഞ്ഞവൾ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മോശം രൂപത്തിൽ, ഒരു പറയാൻ പറ്റാത്ത രൂപത്തിൽ ഒരു വാക്ക് പറയുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കലിമത്തിനെ കുറിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലഖദ് ഖുൽതി കലിമത്തൻ, നീ ഒരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. ലൗ മുസിജത് ബിമാഇൽ ബഹർ, അതെങ്ങാനും കടൽ വെള്ളത്തിൽ അത് കലർത്തിയിരുന്നുവെങ്കിൽ ലമസജതുഹു, ആ കടൽ വെള്ളത്തിൽ ആ കലിമത്ത് അതിന്റെ ആ വലുപ്പവും അതിന്റെ വിശാലതയും അതിന്റെ ഗൗരവം കാരണത്താൽ വലിയ സ്വാധീനം തന്നെ ഉണ്ടാക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ അത്രക്കും വലിയ ഗൗരവമുള്ള കാര്യമാണ് ഗീബത്ത് പറയുക, ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റുള്ള ആളുകൾ പറഞ്ഞു നടക്കുക എന്നുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗീബത്ത് പറയുന്നവന് പ്രത്യേകം ശിക്ഷ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅറാജ് പോയപ്പോ കണ്ട ഒരു സംഭവം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട്. എന്താണത്? ലമ്മാ ഉരിജ ബി, എന്നെ മിഅറാജ് കൊണ്ടുപോയപ്പോ മറർതു ബിഖൗമിൻ, ഞാനൊരു ഖൗമിന്റെ അരികിലൂടെ നടന്നുപോയി. എന്താ അവരുടെ പ്രത്യേകത? ലഹും അസ്ഫാറും മിൻ നുഹാസ്, ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുണ്ട് അവർക്ക്. ആ ഖൗമിന് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുണ്ട്. അവർ യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, അവർ അവരുടെ മുഖങ്ങളും നെഞ്ചുകളും കീറിപ്പൊളിച്ച് മാന്തിപ്പറിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഫഖുൽതു, ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മൻ ഹാഉലാ യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, മൻ ഹാഉലാ, ആരാണ് ഈ കൂട്ടർ, ആരാണ് ഈ കൂട്ടർ എന്ന് ചോദിച്ചപ്പോ ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഹാഉലാ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, അവർ ജനങ്ങളുടെ ഇറച്ചി തിന്നവരാണ്, ഗീബത്ത് പറഞ്ഞവരാണ്. അതിന്റെ ഗൗരവം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ പറയുന്നുണ്ട്. അയുഹിബ്ബു അഹദുക്കും അയഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ, സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അവന്റെ പച്ച മാംസം എടുത്ത് ഭക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂ, ഇല്ല, അവർ അത് വെറുക്കുന്ന കാര്യമാണ്. അപ്പൊ അത്രക്കും ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഇറച്ചി തിന്നുന്ന ഗീബത്ത് പറയുന്ന ആളുകളാണ് അവർ. വയഖഊന ഫീ അറാദിഹിം, ആളുകളുടെ അഭിമാനത്തെ കുറ്റപ്പെടുത്തുന്നവരായിരുന്നു, അപമാനിക്കുന്നവരായിരുന്നു. ആളോടുള്ള വിദ്വേഷം കാരണത്താൽ, ദുനിയാവിന്റെ വല്ല എന്തെങ്കിലും നേതൃത്വ കാരണത്തിലോ മറ്റെന്തെങ്കിലും വിഷയത്തിൽ ദേഷ്യം വന്നതുകൊണ്ട് നാട്ടിലുള്ള മറ്റാളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവൻ ഇന്നവനാണ്, അവൻ ഇന്ന മിസ്റ്റേക്ക് ഉള്ളവനാണ്, അവൻ അധികാരം പിടിച്ചെടുക്കുന്നവനാണ്, അവൻ ആളുകളെ ഭരിക്കുന്നവനാണ്, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത അയാളിൽ ഇല്ലാത്ത പല ഗീബത്തുകളും അവൻ പറയുകയാണ്.
അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയാണ് അവർ ഇരുമ്പ് ചെമ്പ് കൊണ്ടുള്ള നഖം അതുകൊണ്ട് അവർ അവരുടെ മുഖവും അവരുടെ നെഞ്ചും മാന്തി കീറിപ്പൊളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതവർക്കുള്ളൊരു ശിക്ഷയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നാവിനെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് നാവ്. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. അതുകൊണ്ടാണ് സലഫുകളൊക്കെ അതിനെ എത്രത്തോളം അവർ അതിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ വിപത്തുകളെ എന്ന് അവരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ യഹ്യ ബിൻ മുആദ് റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അൽ ഖുലൂബ്, ഹൃദയമെന്ന് പറഞ്ഞാൽ കൽ ഖുദൂരി, പാചകം ചെയ്യുന്ന പാത്രങ്ങളെ പോലെയാണ്. ഹൃദയമെന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ പാചകം ചെയ്യുന്ന പാത്രങ്ങളെ പോലെയാണ്. എന്താ അതിന്റെ പ്രത്യേകത? തഗ്ലി ബിമാ ഫിഹാ, ആ പാത്രത്തിന്റെ പ്രത്യേകത അതിലുള്ള സാധനവുമായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഅൽസിനതുഹാ മഗാരിഫുഹാ, അതിന്റെ നാവുകൾ, ആ ഹൃദയത്തിന്റെ അഥവാ നാവുകളാകുന്നു ആ ചട്ടിയുടെ പാചകപാത്രങ്ങളുടെ കോരി, മഗാരിഫ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫൻസുർ ഇല റജുൽ, നീ ഒരു മനുഷ്യനിലേക്ക് നോക്കണം, ഹീന യതകല്ലം, അവൻ സംസാരിക്കുമ്പോൾ, ഫഇന്ന ലിസാനഹു യഗ്തരിഫു ലക മാ ഫീ ഖൽബിഹി മിൻ ബൈനി ഹുൽബിൻ വഹാമിദിൻ വഅസ്ബിൻ വഉജാജ്, അവൻ സംസാരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കുക, അപ്പോ അവന്റെ നാവ് നിനക്ക് അവന്റെ ഹൃദയത്തിലുള്ളതെല്ലാം കോരി ഇങ്ങനെ ഇട്ടു തരും. അവൻ അത് പുളിയുള്ളതിനിടയിലും മധുരമുള്ള, അതുപോലെ തന്നെ ഉപ്പുരസമുള്ള, നല്ല രുചിയുള്ള, അതിനിടയിൽ നിന്ന് ആ നാവ് ആ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കോരിയിട്ടു തരും. വഗൈരി ദാലിക, അതല്ലാത്തതും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വയുബയ്യിനു ലക തഅമ ഖൽബിഹി, അതിങ്ങനെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, കോരിടുക എന്ന് പറഞ്ഞാൽ അവന്റെ സംസാരം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആ ഹൃദയത്തിന്റെ രുചി നിനക്ക് വ്യക്തമാക്കി തരും. അവന്റെ നാവ് ഇങ്ങനെ കോരി പുറന്തള്ളുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ രുചി നിനക്ക് മനസ്സിലാക്കി തരുമെന്നാണ്. എന്താ പറഞ്ഞത്? അഥവാ ഒരു മനുഷ്യന്റെ സംസാരം ആളുകളെ കുറിച്ച് ഏത് സമയം ആളുകൾ വിളിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സംസാരത്തിൽ നിന്നും അവന്റെ ഹൃദയം എത്രത്തോളം മലിനമാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മഹാനായ യഹ്യ ബിൻ മുആദ് റഹ്മഹുല്ലാ വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് നമ്മൾ നാവിനെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ ഹക്കിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു, അമ്മാ ബഅദ്. ഗീബത്ത് അനുവദനീയമായ സന്ദർഭങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചിരുന്നത്. ഇനി ഗീബത്ത് പറയുക എന്നുള്ളതിനോട് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പോ ഗീബത്തൊന്നും പറയാതെ നല്ല നിലക്ക് നടന്നു പോകുമ്പോഴും ചില ആളുകൾ നമ്മെ വിളിച്ചു വരുത്തിയിട്ട് ആളുടെ മിസ്റ്റേക്കുകൾ, അവൻ ഇന്നത് ചെയ്തു, അവൻ ഇന്ന തോന്നിവാസം ചെയ്തു. ഒരു മുസ്ലിം ഒരു തോന്നിവാസം ചെയ്താൽ അവന്റെ ന്യൂനത മറച്ചു വെക്കുകയാണ് വേണ്ടത്. അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വന്നാൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ കാണുന്ന ആളുകളൊക്കെ നമ്മൾ വിളിച്ചിട്ട് അവൻ ഇന്ന മിസ്റ്റേക്ക് ഉള്ളവനാണ്, അവൻ ഇന്ന പ്രവർത്തനം ചെയ്തവനാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ ഒരാൾ വിളിച്ചാൽ, ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി നമ്മെ വിളിച്ചാൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടുന്ന് മാറിപ്പോകണം. ഇമാം നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ബാബ് തന്നെയുള്ളത് ഗീബത്ത് കേൾക്കലും ഹറാമാണ്. ഗീബത്ത് കേൾക്കലും ഹറാമാണ്. നോക്കട്ടെ, നമ്മളെ ചില ആളുകൾ നമ്മൾ നല്ല നിലക്ക് പോകുമ്പോൾ വിളിച്ചു വരുത്തിയിട്ട് കേൾപ്പിക്കാണ്. അപ്പൊ അവൻ അത് ഫുള്ള് കേൾക്കുക, പിന്നെയും ചോദിക്കുക, മാന്തി പൊളിച്ച് വീണ്ടും ചോദിക്കും. അങ്ങനെ കേൾക്കലും ഹറാമാണ്. ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നു, അങ്ങനെ ഹറാമായ ഗീബത്ത് കേൾക്കുകയാണെങ്കിൽ അതിനവൻ തടുക്കണം, അവനത് നിഷേധിക്കണം, വെറുപ്പ് കാണിക്കണം. ഫൈൻ അജസ ഔ ലം യഖ്ബൽ മിൻഹു, അതിനവന് തടുക്കാൻ, കൈകൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ തടുക്കണം. എന്നിട്ടൊന്നും ഒരു രക്ഷയുമില്ല. ഞാൻ പറയുന്ന വാക്കൊന്നും അയാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഫാറക ദാലിക്കൽ മജ്ലിസ്, ആ മജ്ലിസാണ് മജ്ലിസ് എന്ന് വേർപെടണം, വ്യക്തിയാണ് വ്യക്തിയിൽ നിന്ന് മാറിപ്പോകണം എന്നാണ് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇബാദുർ റഹ്മാൻ, മുഅ്മിനുകളുടെ, അല്ലാഹുവിന്റെ ഇബാദുകളുടെ ഗുണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്, വഇദാ സമിഉൽ ലഗ്വ, ലഗ്വ അവർ കേട്ടാൽ അഅറദു അൻഹു, അതിനവർ മാറിപ്പോകും. എന്താ ഈ ലഗ്വ എന്ന് പറഞ്ഞ? ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ-ലഗ്വ എന്ന് പറഞ്ഞ ഹുവ കുല്ലുൽ കലാമി അല്ലദീ ലാ ഫായിദത ഫീഹി, ഒരു ഫായിദയില്ലാത്ത കുറേ കലാം, ആളുകളെ കുറിച്ച് മോശം പറയുക, ഹറാമുകളുടെ വാക്ക്, തിന്മയിലേക്കുള്ള വാക്കുകൾ,
അങ്ങനെയുള്ള വാക്കുകൾക്കാണ് ലഘു എന്ന് പറയുക. അത് കേട്ടാൽ അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ പിന്തിരിഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് ഒരാൾ അങ്ങനെ നമ്മളെ വിളിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ കുറിച്ച് മിസ്റ്റേക്ക് പറയാൻ വിളിക്കാണ്, പറയാൻ പാടില്ല, അല്ലെങ്കിൽ മാറിപ്പോവുക. എത്രത്തോളം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, മൻ റദ്ദ അൻ ഇർദി അഖീഹ്, തന്റെ സഹോദരന്റെ അഭിമാനത്തെ തകർക്കുന്നതിന് ഒരു സഹോദരൻ തടഞ്ഞാൽ റദ്ദല്ലാഹു അൻ വജ്ഹിൻ നാർ യൗമൽ ഖിയാമ, ആ സഹോദരന്റെ വജ്ഹിനെ നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റുമെന്നാണ്. അപ്പൊ അത്രക്കും പുണ്യമുള്ള ഒരു കാര്യമാണ്. അത് തടയണം, നമ്മളത് കേൾക്കാൻ നിൽക്കാൻ പാടുള്ളതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ചില സംഭവങ്ങൾ, ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പൊ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഐന മാലിക് ഇബ്നു ദുഖ്ശും, മാലിക് ഇബ്നു ദുഖ്ശും എവിടെ? അപ്പൊ ഫഖാല റജുൽ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ വേഗം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ദാലിക മുനാഫിഖുൻ, അവൻ മുനാഫിഖാൻ, ലാ യുഹിബ്ബുല്ലാഹ വലാ റസൂലഹ്, അവൻ അല്ലാഹുവെയും റസൂലിനെയും ഇഷ്ടപ്പെടാത്ത മുനാഫിഖാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖുൽ ദാലിക, അത് നീ പറയാൻ പാടില്ല. അലാ തറാഹ്, നീ അവനെ കാണുന്നില്ലേ? ഖദ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. യുരീദു ബിദാലിക വജ്ഹല്ലാഹ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹാണ് അവൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. എന്ന് വഇന്നല്ലാഹ ഖദ് ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പറഞ്ഞവന് നരകം അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ അങ്ങനെ പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ആളുകളുടെ അവസ്ഥ എന്താ? ആളുകൾ തന്നിഷ്ടത്തിനും അല്ലെ തങ്ങളുടെ സംഘടന വളർത്താനും ആ ദീനീപരമായ കാര്യങ്ങൾക്കല്ലാതെ ദുനിയാവിയായ നേട്ടങ്ങൾക്ക് പോലും ആളുകളെ കുറിച്ച് അവൻ മുനാഫിക്കാണ്. പല ആളുകളും ഗ്യാരണ്ടി കൊടുക്കുന്നവരാ, അവൻ മുനാഫിക്, നരകത്തിന്റെ അടിത്തട്ടിൽ, മറ്റവൻ കുറച്ച് മുകളിൽ. ഈ നിലക്ക് പറയുന്ന തൗഹീദിന്റെ ആളുകൾ പോലും ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട്. എന്തുകൊണ്ടാ? ശൈത്താന്റെ പണിയാണ്, ഇൽമില്ലാത്തത് കൊണ്ടാണ്, അല്ലെ തങ്ങളുടെ സംഘടന വളർത്താനാണ്. ദീനല്ല വലുത്. എത്ര ആളുകളാ, പല സംഘടനകളും, ഇവിടെയുള്ള ഇസ്ലാമിക സംഘടനകൾ, തൗഹീദിന്റെ പേര് പറയുന്ന സംഘടനകൾ പോലും മറ്റു വ്യക്തികളെ സംബന്ധിച്ച് തങ്ങളുടെ സംഘടനകൾക്ക് ന്യൂനതകൾ വരുമ്പോ അവരെ കുറിച്ച് തീവ്രവാദികൾ എന്ന് പറയുന്നവരുണ്ട്. പരസ്യമായി ഫേസ്ബുക്കിലൂടെയും വാട്സപ്പുകളിലൂടെയും അവൻ തീവ്രവാദിയാണ്, അവരുടെ ആശയം തീവ്രവാദമാണ്. ഈ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് എന്തെല്ലാമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുനിയവിയായ തങ്ങളുടെ സംഘടനകൾ വളരാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അഥവാ ശത്രുക്കളായ കുഫാറുകൾ ആ മുസ്ലിമുകളെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവൻ തീവ്രവാദിയാണ്, അതല്ലെങ്കിൽ അവൻ മുനാഫിഖാൻ, അവൻ നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഇതൊക്കെ പറയുന്നത് തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ച എത്ര ഗൗരവമുള്ള വാക്കാണ്. മറ്റൊരു സംഭവം, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് ചില സഹാബികൾ ഒരു ഉസ്റുമില്ലാതെ മാറി നിന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടതായിരുന്നു. ആ സംഭവം വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി സൂറത്തു തൗബയിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാപ്പ് പറഞ്ഞു, അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു. ഒരു കാരണവുമില്ലാതെ തബൂക്ക് യുദ്ധത്തിൽ മാറി നിന്നവരാണ്. അങ്ങനെ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ ഫഅല കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു മാലിക് എന്താ പറ്റിയത്, എന്താ ചെയ്യുന്നത്? യുദ്ധത്തിന് വന്നില്ലല്ലോ. അപ്പോ ആ കൗമിലെ നബിന്റെ കൂടെ ഉണ്ടായിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി എണീറ്റുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹബസഹു ബുർദാഹു വന്നദറു ഫീ ഇത്ഫൈ, അദ്ദേഹത്തിന്റെ രണ്ട് വസ്ത്രം അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തിന്റെ ഇരുഭാഗങ്ങളും അദ്ദേഹത്തിന്റെ നോട്ടം അദ്ദേഹത്തിന്റെ ഇരുഭാഗങ്ങളിലേക്കുമാണ് എന്ന് പറഞ്ഞാൽ അതൊരു പൊങ്ങച്ചത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വർത്താനമാണ്. അദ്ദേഹം പൊങ്ങച്ചക്കാരനാണ്, അദ്ദേഹത്തെ പൊങ്ങച്ചം പിടികൂടി എന്ന് പറഞ്ഞു. അപ്പോ ഇത് കേട്ട അവിടെ ഉണ്ടായിരുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ബിഇസ മാ ഖുൽത, നീ പറഞ്ഞത് എത്ര മോശമാണ്, നീ പറഞ്ഞത് എത്ര മോശമാണ്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഖൈറല്ലാതെ ഒന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സുക്കൂത്തായി. അപ്പൊ ആളുകൾ അങ്ങോട്ട് പറയാ, ഊഹിച്ചിട്ട് പലതും വിളിച്ചു പറയാൻ.
ആ സംഭവം തൗബയിൽ ആയത്തുദ്ധരിച്ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. സൂറത്ത് തൗബ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ സംഭവം വിശദമായിട്ടുണ്ട്. അപ്പോ നമ്മൾ ഓരോ വാക്കുകളും നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് പറയുന്നത് നമ്മൾ വളരെ ചിന്തിക്കണം. അത് ഹക്കല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ചില ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വാട്സപ്പ്, ഫേസ്ബുക്ക് കിട്ടുന്നതൊക്കെ എഴുതി വിടും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് കേൾക്കുന്നത് സത്യമാണോ എന്ന് പോലും അറിയില്ല, എഴുതി വിടുക, ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുക. ഇതിനൊന്നൊരു കൺട്രോൾ ഇല്ല. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഞാനും നിങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇത്ര പള്ളിയിൽ വരുന്ന ആളും തൗഹീദുള്ള ആളുകളായാലും ഈ കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മളിലേക്ക് ശൈത്താന്റെ കളി കൊണ്ട് നമ്മളിൽ വന്നു പോകും. അതുകൊണ്ട് നമ്മളൊക്കെ സൂക്ഷിക്കണം. ഞാനും നിങ്ങളും ഒക്കെ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നാവിനെ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപത്തിൽ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിന്റെ അബദ്ധങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കിൽ അടിയുറച്ച് ഹക്കിന്റെ ആളുകളെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.